ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വഞ്ചറസ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കോർഫക്കാനിലുള്ള ഷാർക്ക് ഐലൻഡിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് തേഴ്സ്ഡേ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു 2 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ബാക്കിയുള്ള വിശേഷങ്ങൾ ഓൺ ദ വേ നിങ്ങൾക്ക് കാണാം. സോ വെൽക്കം ടു മൈ ചാനൽ. മാപ്പും തപ്പിയിട്ടാണ് ഗൈസ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വന്ന സ്ഥലം കറക്റ്റ് ആയിട്ടില്ല. സോ നമ്മൾ വേറെ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അഡ്വഞ്ചർ സ്പോട്ട് തപ്പി നടന്നതാണ്. ഇവിടെ നമുക്ക് അതിനിപ്പോൾ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. വെള്ളി, ശനി ആൻഡ് ഞായർ മാത്രമാണ് ഇവിടെ വർക്കിംഗ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് നടന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോന്റെ ബേസ് ചെയ്തിട്ട് മാത്രം വന്നതാണ്. പക്ഷെ ആ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ലൈക്ക് ഈ വീക്കെൻഡിൽ മാത്രമാണ് ഇങ്ങനത്തെ സർവീസ് അവർ കൊടുക്കുന്നത്. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ എന്താണ്, അത് നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തായാലും വേണ്ട. സോ നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് അതില്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഷാർക്ക് ഐലൻഡിൻ്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ബട്ട് വേറൊരു സ്പോട്ടിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഹെഡ് മാറ്റി നയിച്ചാ താങ്ക് യു. ഓ നല്ല ഗൈസ്, അപ്പോൾ നമ്മൾ വാച്ച് ടവർ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു അറ്റത്തേക്ക് പോണ്. ലാസ്റ്റ് നമ്മൾ പോയി എവിടെ എത്തും എന്നുള്ളത് അറിയില്ല. ഞങ്ങളുടെ ബാഗ് അവിടെ നിൽക്കണ്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാണുന്നില്ല. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ, ഞങ്ങളല്ല ഞാൻ മാത്രം, അവരാ കാറിൻ്റെ ഉള്ളിലിരുന്ന് എനിക്കാണല്ലോ പിന്നെ ഇങ്ങനത്തെ കുറേ ഇതുള്ളത്. അപ്പോൾ ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല കേട്ടോ, അതിൻ്റെ ടോപ്പിലാണ് ശരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ടോപ്പിലാണ് പോകുന്നത്. എൻ്റെ എനിക്ക് പേടിയാണ്. കാണിച്ചു തരാം. ഇത് കണ്ട ഗൈസ്, പായക്കപ്പലുകൾ നിരനിരാ നിൽക്കുന്നത് കണ്ടോ. ഇനി അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇവരെല്ലാം അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുട്ടികളും ഇവരെല്ലാവരും അതിൻ്റെ ഉള്ളിലാണ്. ഫുള്ള് മലകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു സ്പോട്ടാണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മറ്റേത് ആ ബീച്ചിൽ കൂടെ പോകുന്നത് ഡ്രോപ്പ് ആയതുകൊണ്ടാണ് ചുറ്റും ഫുള്ള് മലകളാണ്. അതിൻ്റെ ഇടയിലുള്ളൊരു സ്പോട്ടാണ് കേട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ പോയിട്ടുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ കയറിയിട്ടുള്ളൂ, അതിൻ്റെ വ്യൂ ആണിത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ നോക്കാം. സോ അപ്പോൾ നമ്മൾ സൺസെറ്റ് ഇവിടെ കാണാനായി സൺസെറ്റായി. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തി. നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറാൻ ഒരു 20 dirhams ഉണ്ട് കേട്ടോ.
ലൈക്ക് വീക്കെൻഡിൽ 20 dirhams ആൻഡ് വർക്കിംഗ് ഡേയ്സിൽ 10 dirhams ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കി നോക്കാം. കത്തി വേഷങ്ങളാണത്. അധികം ആരും കാണിക്കാത്ത ഒരു സ്ഥലല്ലേ ഇത്. ഞാന് നല്ല വ്യൂ. ബഗൻ വില്ലാസ്. അത് ഫോട്ടോ പോസാണ്. അതാ അത് നൂറി പോസ്റ്റ് ചെയ്തിരിക്കുന്നേ. അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ പതുക്കെ അവരിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ വെറുതെ ഇത് കൂടെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. അധികം എനിക്ക് തോന്നുന്നില്ല ആരും ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണാത്തതാണോന്ന് അറിയില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ലൈക്ക് ആൾക്കാർ ലൈക്ക് കുത്തിത്തിരക്കിയിട്ടൊന്നും അധികമൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സമാധാനത്തിലിരിക്കുന്ന കാറ്റും കൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി ഒരു റെസ്റ്റ് ഏരിയ ആണ്. ലൈക്ക് ഒരു ഹോട്ടലാണ് കേട്ടോ. ലൈക്ക് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് രസമുണ്ട് ഈ ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതായത് ജസ്റ്റ് ഒരു നമുക്കിവിടെ വന്നിട്ട് കുട്ടികളെ കൊണ്ടൊന്ന് ഇതാക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഇല്ല. പിടിച്ചെടുത്തു. ഒരു ഡാൻസ്. ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക് ചിക്കിൻ ജിങ്ക്. ഓക്കെ, സുമി നോക്കട്ടെ. ഹലോ ഹലോ. 1 2 3 കം. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് താഴെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. പക്ഷെ അപ്പോഴത്തേക്കും നല്ല കോൾഡും നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം നേരം പിന്നെ അവിടെ നിൽക്കാനൊന്നുമില്ല. ഇതാണ് കോർഫക്കാനിലെ വാട്ടർഫോൾ. അപ്പോൾ നമ്മൾ മറ്റേ എന്ത് ടവറാണ്? വാച്ച് ടവർ. അപ്പോൾ നമ്മൾ വാച്ച് ടവറിന് ഇറങ്ങിട്ടോ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് 1 അവറിന് 10 dirhams ആണ്. പിന്നെ അവിടുന്ന് സെക്കൻഡ് അവറിന് 20 dirhams. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 30 dirhams. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 10 dirhams എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നമ്മൾ
നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളവിടെ കുറേ റീലെടുക്കാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നിന്നു. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ നമ്മൾക്ക് മൊത്തം 70 ദിറംസ് ഞങ്ങളവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്താണ് ഓക്കെ, അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അതിന് ശേഷം അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ കോർഫക്കാൻ ഫിഷ് മാർക്കറ്റാണ്, സോറി വെജിറ്റബിൾ മാർക്കറ്റാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി ഇവിടെ. കാരണം അവിടെ നമ്മൾ ഷാർജയിൽ നോക്കുമ്പോൾ കുറച്ചൊക്കെ റേറ്റ് കമ്മിയാണ്. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അടുത്ത നമ്മൾ ഫിഷ് മാർക്കറ്റ് കാണാം കേട്ടോ പോണത്. അപ്പോൾ അതിന് തൊട്ട് തന്നെ കുറച്ച് കുക്കിംഗ് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫിഷ് മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് കൊടുത്താൽ കുക്കിംഗ് ചെയ്യാം, ഫുഡ് കഴിക്കാം. Hi. Do you have kunafa chocolate? Okay. ഒരു കുനാഫ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. നോ, അത് പൊട്ടും. ഇങ്ങോട്ടൊക്കെ ബാ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വന്നിട്ടുള്ളത് ഒയിലയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. വെറും ഫിഷ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫിഷസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ പുതിയ വ്ളോഗിലുള്ള വിശേഷങ്ങൾ. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വ്ളോഗ്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ഷർമോൻ സൈനിങ് ഓഫ്.